അവിശ്വാസ പ്രമേയ ചർച്ച ലോക്സഭയിൽ തുടങ്ങി. മോദിക്ക് വോട്ടില്ലെന്ന് ശിവസേന. 18 ശിവസേന എംപിമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും. സർക്കാരിന് ഭീഷണിയില്ലെങ്കിലും ശക്തിപ്രകടനമാക്കി പ്രതിപക്ഷം. സുപ്രധാന ദിനമെന്ന് മോദി പ്രതികരിച്ചു. ആന്ധ്രയെ മോദി ചതിച്ചുവെന്ന് TDP പറഞ്ഞു. TRS നേതൃത്വത്തിൽ സഭയിൽ ബഹളം നടക്കുകയാണ്. ജസ്നയെക്കുറിച്ച് സുപ്രധാന വിവരം ലഭിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കേസ് പരിഗണിക്കുന്നത് 2-ാം തീയതിയിലേക്ക് മാറ്റി. വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും സർക്കാർ. രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിൽ. വെള്ളിയാഴ്ച രാവിലത്തെ വ്യാപാരത്തിൽ ഡോളറിനെതിരെ 69.12 രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. ബാങ്കുകളും കയറ്റുമതിക്കാരും വലിയ തോതിൽ US ഡോളർ വിറ്റഴിച്ചതോടെയാണ് രൂപയുടെ മൂല്യം താഴ്ന്നത്. വ്യാഴാഴ്ച മാത്രം മൂല്യത്തിൽ 43 പൈസയുടെ കുറവാണ് ഉണ്ടായത്. ഇതിനു മുൻപ് ജൂൺ 28-ന് രൂപയുടെ മൂല്യം 69.10 നിലവാരത്തിലേക്ക് താഴ്ന്നിരുന്നു. എന്നാൽ RBIയുടെ ഇടപെടലിനെ തുടർന്ന് താമസിയാതെ മൂല്യം ഉയരുകയും ചെയ്തു. വടകരയിൽ ഫോർമാലിൻ കലർത്തിയ മത്സ്യം പിടികൂടി. 6 ടൺ മത്സ്യമാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടികൂടിയത്. നാഗപട്ടണത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചതാണ് മത്സ്യം. സിറോ മലബാർ സഭ ഭൂമി ഇടപാടിൽ കർദിനാളിന് ആശ്വാസം. കർദിനാളിനെതിരെ കേസെടുക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. കൊയിലാണ്ടി അരിക്കുളത്ത് വീണ്ടും SDPI ആക്രമണം. CPIM കൊയിലാണ്ടി ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ PP രമണിയുടെ വീടിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. അർദ്ധരാത്രിയിലാണ് സംഭവമുണ്ടായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഇവിടെ SFI നേതാവ് വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം നടന്നിരുന്നു. പ്രദേശത്ത് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനുള്ള SDPI നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നും CPIM നേതൃത്വം പ്രതികരിച്ചു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ വണ്ടൂരിൽ വീട് തകർന്ന അച്ഛനും മകനും മരിച്ചു. ചേനക്കര വീട്ടിൽ അയ്യപ്പൻ, ബാബു എന്നിവരാണ് മരിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അപകടമുണ്ടായത്. മണ്ണ് കൊണ്ട് നിർമ്മിച്ച വീട് തുടർച്ചയായ മഴയിൽ തകർന്നു വീഴുകയായിരുന്നു. രാവിലെ അയൽവാസികളാണ് വീട് തകർന്നു കിടക്കുന്നതും ഫയർഫോഴ്സിനെ അറിയിച്ചതും. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹങ്ങൾ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കോട്ടയം ജില്ലയിൽ തുറന്നത് 164 ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. മഴക്കെടുതിയിൽ ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം 8ആയി. 11 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്കുകൾ. ക്യാമ്പുകളിലും ജനങ്ങൾക്കും സഹായവുമായി സന്നദ്ധ സംഘടനകളും ദുരന്ത നിവാരണ സേനയും സജീവമാണ്. മഴക്കെടുതി ദുരിതം വിതച്ച ജില്ലയിൽ 164 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 8,963 കുടുംബങ്ങളിലെ 32,656 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. CPIM ജില്ലാ നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സഹായവുമായി ഒപ്പമുണ്ട്. ക്യാമ്പുകളിലെത്തുന്നവർക്കുള്ള ഭക്ഷണം, മരുന്ന്, മറ്റ് അവശ്യ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ആൾക്കാരും മറ്റുള്ള ആൾക്കാരും വില്ലേജിൽ നിന്നുള്ളവരും പാർട്ടിയുടെ ആൾക്കാരും സഹായിക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും പോലീസ് സേനയും ചേർന്ന് വിവിധ തുരുത്തുകളിൽ ഒറ്റപ്പെട്ട 3000-ഓളം പേരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചത്. നിലവിൽ മഴ കുറഞ്ഞതിനാൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റിന് മാത്രമാണ് ജില്ലയിൽ നിലനിർത്തിയിട്ടുള്ളതെന്ന് അസിസ്റ്റന്റ് കമാൻഡന്റ് ജിതേഷ് TM പറഞ്ഞു. കോട്ടയം ഭാഗങ്ങളിൽ വാട്ടർ ഇനണ്ടേഷനുള്ള എല്ലാ ഭാഗങ്ങളിലും തന്നെ ക്ലോസ് വാച്ചിങ്ങിലാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രസ് കോൾ വരികയാണെങ്കിൽ അത് നേരിടുന്നതിന് വേണ്ടിയിട്ട് NDRFന്റെ ടീം ഇവിടെ സജ്ജമായിട്ടിരിക്കുന്നുണ്ട്. മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം 8ആയി. 11 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു. വെള്ളം പൂർണ്ണമായും ഇറങ്ങിക്കഴിഞ്ഞാൽ കൃഷിനാശത്തിന്റെ കണക്ക് ഇനിയും ഉയരും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയർന്നു. കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്ന് വീണ്ടും താഴുന്നതാണോ ജലനിരപ്പ് ഉയരുന്നതാണോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. പലരും വീട് വിട്ട് ബന്ധുവീടുകളിലും മറ്റും അഭയം പ്രാപിച്ചിരിക്കുകയാണ്. കുട്ടനാട്ടിലെ ജനങ്ങൾ മടവീഴ്ചയെ തുടർന്ന് ഇപ്പോഴനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഇപ്പോഴനുഭവിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. കുട്ടനാട്ടിലെ കൈനകരി പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കൈനകരി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം മഴ വീണിരുന്നു. ഈ മടവീഴ്ചയെ തുടർന്ന് നാട്ടുകാർക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യം പോലുമില്ല. ഇത്തരത്തിൽ ചെറിയ ചില ഷീറ്റുകൾ മേഞ്ഞ സ്ഥലത്താണ് ഇവർ ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വിറകോ ഗ്യാസോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. എങ്കിലും ഭക്ഷണം റവന്യൂ വിഭാഗം എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. ഭക്ഷണത്തിനുള്ള സാധനം മാവേലി സ്റ്റോറിൽ കിട്ടും. പോകാനൊരു നിർവാഹമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഒരുങ്ങി നിൽക്കാൻ നേരം കുറച്ചായി. വെള്ളമില്ല, ഞങ്ങൾക്ക് കുടയില്ല. ഇപ്പം മാവേലി സ്റ്റോറിൽ വെള്ളമാണ്. അത് എവിടെയാണ് സാധനം വെച്ചിരിക്കുന്നത് അറിയത്തില്ല. അങ്ങോട്ട് ചെന്നാലേ അറിയത്തുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പില്ല. ഈ മഴയത്ത് എങ്ങനെ പോകും ഞങ്ങൾ? അതെങ്ങനെ ഇവിടെ എത്തിക്കും?
ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ താമസിച്ചിരുന്ന ഞങ്ങൾ ഇവിടെ താമസിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ പോലും ഞങ്ങൾക്ക് കിടക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പം 2 വീട് പൊക്കമുള്ള വീടുണ്ട്. ആ വീട്ടിലാണ് ഇത്രയും കുടുംബങ്ങൾ 32 കുടുംബക്കാരുണ്ട്. ഞങ്ങൾ 10 കുടുംബക്കാർ ഇപ്പോൾ ഈ 2 വീട്ടിലായിട്ടാണ് കഴിയുന്നത്. രാത്രിയൊക്കെ നിങ്ങൾ ഇവിടെ താമസിക്കും കൊണ്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലരൊക്കെ കരപ്പുറം പ്രദേശത്ത് പോയി. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ ഈ 2 വീട്ടിലായിട്ടാണ് ഇങ്ങനെ കഴിയുന്നത്. ഇപ്പൊ എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഞങ്ങളിന്ന് 4 ദിവസമായി. 1 മാസം മുന്നേ ഇതിക്ക് മുന്നേ രണ്ടാമത് മഴ വീണിരിക്കുവോ ഇതിപ്പോ? അത് കഴിഞ്ഞ് ഞങ്ങൾ 2-3 ദിവസം വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് വീണ്ടും വെള്ളം പൊങ്ങി മടയിൽ വീണ് ഞങ്ങൾ വീണ്ടും ആ അവസ്ഥയിൽ വന്നിരിക്കുക. ഇപ്പോഴും ഇപ്പൊ ഇനി 1 മാസത്തോളം ഇങ്ങനെ കിടക്കും. ഞങ്ങൾക്ക് വീട് പോലും ഇനി ഒന്നുമില്ല. ഓരോ നിമിഷവും ഞങ്ങൾ കല്ല് പൊക്കി വെച്ചോണ്ടിരിക്കാം. ഞങ്ങളുടെ വീട് കട്ടില്, ഫ്രിഡ്ജ്, TV എല്ലാ സാധനങ്ങളും തുണി പോലും ഇല്ല. ഇപ്പം എല്ലാം നശിച്ചോണ്ടിരിക്കുക. ഓരോ നിമിഷങ്ങളും ചെന്ന് ഓരോ കല്ലും ഇങ്ങനെ പൊക്കി വെച്ചോണ്ടിരിക്കുക. ഞങ്ങൾക്ക് വീട്ടിൽ പോയി കിടക്കാനോ ഒന്നുമില്ല. പാമ്പും പഴുതാരയും ചേരയും എല്ലാം ഉണ്ട് വീടുകളിൽ, എല്ലാ സാധനങ്ങളും. ഇപ്പം ഞങ്ങളെല്ലാം പോയിട്ട് വന്നിട്ട് പറഞ്ഞ് എല്ലാം നശിച്ചോട്ടെ, ഇനി ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുവാണ്. അല്ലാതെ ഒരു രക്ഷയില്ല. എല്ലാം നശിച്ചോണ്ടിരിക്കുക. കുട്ടനാട്ടിലെ കൈനകരി പഞ്ചായത്തിന്റെ മാത്രം അവസ്ഥയല്ല ഇത്. കുട്ടനാട്ടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇത്തരത്തിൽ തന്നെയാണ് ജനങ്ങൾ ജീവിക്കുന്നത്. ശക്തമായ മഴയും ബണ്ടുകൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടനാട്ടിലെ പുറംബണ്ടുകൾ, പാടശേഖരത്തിന്റെ പുറംബണ്ടുകൾ തകരുന്നതുമാണ് ഇത്തരത്തിൽ ഓരോ കുടുംബങ്ങളും തങ്ങളുടെ വീടുകൾ വിട്ട് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലേക്ക് എത്തിപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലെത്തിയിരിക്കുന്നത്. ക്യാമറാമാൻ ഇമ്മാനുവൽ ഫ്രാൻസിസിനൊപ്പം ഷാജഹാൻ. ഇടവേള. കേരളത്തിന് റേഷൻ അധിക വിഹിതത്തിന് അർഹതയുണ്ടെന്ന് ഉമ്മൻചാണ്ടി. പൊതുവിതരണ സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിന് ഇതിനുള്ള അർഹതയുണ്ടെന്നും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കേന്ദ്രം നൽകിയ ഉറപ്പ് നരേന്ദ്രമോദിയും പാലിക്കണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കോൺഗ്രസിന്റെ BJP വിരുദ്ധ പ്രവർത്തനങ്ങളിലെ പോരാളിയാണ് ശശി തരൂരെന്ന് ഉമ്മൻചാണ്ടി. കോൺഗ്രസിന് മാത്രമേ രാജ്യത്ത് BJPയെ തുറന്നുകാട്ടാൻ കഴിയൂവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. യുവമോർച്ച പ്രവർത്തകർ ആക്രമിച്ച ശശി തരൂർ MP-യുടെ ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. തെലങ്കാന IT മന്ത്രിയും മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിന്റെ മകനുമായ KT രാമറാവുവിനെ മെഗാസ്റ്റാർ മമ്മൂട്ടി സന്ദർശിച്ചു. മന്ത്രിയുടെ ഔദ്യോഗിക വസതി പ്രഗതി ഭവനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മമ്മൂട്ടിയോടൊപ്പം കോൺഫെഡറേഷൻസ് ഓഫ് മലയാളി അസോസിയേഷൻസ് പ്രസിഡന്റ് ലിബി ബെഞ്ചമിനും ഉണ്ടായിരുന്നു. കേരളത്തെ പോലെ തെലങ്കാനയിൽ പച്ചപ്പ് കൊണ്ടുവരാൻ മലയാളി IFS ഉദ്യോഗസ്ഥയെ നിയോഗിച്ചെന്നും മന്ത്രി പറഞ്ഞു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.